ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസത്തിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഷോർട്സ് പോലും എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അതൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. മോൾ ഇന്ന് തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. എത്രയോ ദിവസം കഴിഞ്ഞ് 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് സ്കൂളിൽ പോയി തുടങ്ങിയത്. അവൾക്ക് ലീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾ ലീവ് എടുക്കേണ്ടി വന്നു പനി കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് അടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോങ്കുര പച്ചടിയാണ്. ഇതാണ് ഗോങ്കുര ലീവ്സ്. നമുക്കിവിടെ വെജിറ്റബിൾ ഷോപ്പിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ചീരയാണ് കേട്ടോ. ഗോങ്കുര ലീവ്സ് എന്ന് പറയും. ഒരു ചെറിയ പുളിയൊക്കെ ഉള്ള ഒരു ചീരയാണ്. തണ്ടെടുക്കില്ല, ഇല മാത്രം മതി. അപ്പോൾ അതവിടെ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കടായി ചൂടാക്കാൻ വെച്ച് എന്നിട്ട് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചേർക്കാതെയാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി അത്യാവശ്യം ഓയിലി ആയിരിക്കും കേട്ടോ. കാരണം നമ്മളിത് റൈസിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പോവാണേ. പക്ഷെ ഞാൻ പരമാവധി എണ്ണ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ എണ്ണയും കൂടി ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽ മുളക് ഞാനിവിടെ എരിവുള്ള 10 മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളകില്ല അത്. പിന്നെ അതല്ലാതെ ബാഡ്ഗി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള ഒരു 10 തൊട്ട് 15 വരെ മുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നീട് ഏകദേശം 3 ടീസ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മൂത്ത് വരണം. ഈ ഒരു മുളകിനും മല്ലിക്കും നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മസാലയുടെ ഒക്കെ നല്ല മണം വരാൻ തുടങ്ങും കേട്ടോ. നമ്മൾ ചേർത്തേക്കുന്ന മല്ലി ആവട്ടെ ജീരകത്തിനൊക്കെ നല്ല മണം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇപ്പോൾ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചേക്കുന്ന ഈ ഗോങ്കുര ലീവ്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബഞ്ചായിട്ടാണ് മേടിച്ചേക്കുന്നത്. നമുക്ക് എങ്ങനെയാണോ കടയിൽ നിന്ന് കിട്ടുന്നത് ആ ഒരു ബഞ്ച് കംപ്ലീറ്റ്ലി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചേർക്കുമ്പോൾ ഇത്രയും ഉണ്ടെങ്കിലും ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേന് എത്ര പറയുക, ഇതിൻ്റെ ഒരു 10% കണ്ടേ കാണത്തുള്ളൂ. അത്രയും കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ചീര അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മസാല ഒന്ന് പൊടിച്ച് വെക്കാം കേട്ടോ. കാരണം ചീര വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് മസാല ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് ആ സമയം കൊണ്ട് ഒന്ന് പൊടിച്ച് വെക്കാം. അപ്പോഴേക്കും കണ്ടില്ലേ ചീരയൊക്കെ നല്ലതുപോലെ ചുരുങ്ങി വന്നു. നമ്മൾ ഇട്ടത് ഫുള്ളാണ്. ആ കടായി നിറച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും ചുരുങ്ങി പോകും ഇത്. പിന്നെ ഇത് നല്ലതുപോലെ പേസ്റ്റ് ആകണം. നമ്മളിത് അരയ്ക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ പേസ്റ്റ് ആവണം. പിന്നെ അത് മാത്രമല്ല ഗോങ്കുര ലീവ്സിന് ചെറിയൊരു ഒട്ടലുണ്ടാവും. അതായത് നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നും. അത് ഈ ചീരയുടെ ഒരു നേച്ചറേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കുറച്ച് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ ഗോങ്കുര ലീവ്സ് ഓൾറെഡി പുളിയുടെ ടേസ്റ്റ് ഉള്ളതാണ്. എന്നിട്ടും നമ്മൾ ഈ പുളിയും കൂടി ചേർക്കുന്ന സമയത്ത് ഭയങ്കര കൂടുതലാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ആവില്ല. കാരണം ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പുളി മുന്നിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും കൂടി ചേർത്തെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല പൗഡർ ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുത്തു. ഞാൻ കംപ്ലീറ്റ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ ആ ഒരു കഷ്ണം ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മസാല റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തേ. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം ചീര നമ്മൾ ഇടുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചീര ഒന്ന് ചുരുങ്ങി വരുമ്പോഴത്തേന് എത്രത്തോളം ഉപ്പ് ചേർത്തു എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. ഇതൊന്ന് ചൂടായിട്ട് ചെറുതായിട്ട് ആവി പറക്കാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ടൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. സാധാരണ ഒരുപാട് ഓയിലാണ് ഇത് ഉണ്ടാവുന്നത്. കാരണം റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഡ്രൈ ആവാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം എണ്ണ യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതായത് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ളത്ര എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കുറച്ച് നല്ല ജീരകം, അതായത് 1 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി സ്കിപ്പ് ആവാൻ പാടില്ല കേട്ടോ. വെളുത്തുള്ളി ചേർത്താലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 8 തൊട്ട് 10 വരെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തു. ഇനി വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമല്ലോ. ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗോങ്കുര പച്ചടി റെഡിയാണ്. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ആന്ധ്ര ഡിഷാണ്. സാധാരണ നമ്മൾ കല്യാണത്തിലൊക്കെ പോകുന്ന സമയത്ത് ഇത് കിട്ടാറുണ്ട്, സൈഡ് ഡിഷായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് റൈസിൻ്റെ കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഗോങ്കുര
ഗോങ്കുര ലീവ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്കും ബെനിഫിറ്റ് ഉള്ളൊരു ചീരകളിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ചീരയിലും നല്ല ബെനിഫിറ്റ്സ് ഉള്ളതാണ്. എന്നാലും ഗോങ്കുര ചീരയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ, ബ്ലഡ് കുറവായിട്ടുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കിത് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പൊതുവേ ഇത് ചീര കറിയായിട്ടൊക്കെ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പച്ചടി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നിങ്ങൾ ഇതുവരെയായിട്ട് ഇത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇങ്ങനെ കഴിക്കേണ്ടത് പോലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് കഴിക്കുന്നത്. കുറച്ച് ചോറ് എടുക്കുക, എന്നിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കില്ലേ, അതുപോലെ ഒരു ഉരുള ഇതുപോലെ എടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മാത്രം മതി. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ പുളിയോഗരയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്, നല്ല രുചിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ഇതിൻ്റെ കൂടെ കൊടുത്തു വിട്ടേക്കുന്ന പൊട്ടാറ്റോ പക്കോടയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. പക്കോട എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഫ്രൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് ബേസിക് ഇൻഗ്രീഡിയൻസ് അങ്ങനെ പക്കോടയുടെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. സിമ്പിളായിട്ടുള്ളൊരു മാരിനേഷനും പിന്നെ ഫ്രൈ ചെയ്തെടുക്കും, അത്രേ ഉള്ളൂ. ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉരുളക്കിഴങ്ങ് കൊണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഇങ്ങനെ ഇതുപോലെ തന്നെ പീൽ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഭയങ്കര തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതുപോലെ പീൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞിട്ട് കളയാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാനിവിടെ അരിപ്പൊടി ചേർത്തിട്ടില്ല, വെറും കോൺഫ്ലോർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ അരിപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പകുതി എടുത്താൽ മതി കേട്ടോ. കോൺഫ്ലോറും അരിപ്പൊടിയും 2 പകുതി എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കോൺഫ്ലോർ മാത്രമേ ചേർത്തിട്ടുള്ളേ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി എണ്ണ ചൂടാക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ബജ്ജിയൊക്കെ ഇങ്ങനെ ഇടാറില്ലേ, അതുപോലെ ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഇടുന്ന സമയത്ത് ഇതൊന്ന് സൂക്ഷിക്കണം. എല്ലാം നമ്മളിങ്ങനെ പീൽ ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കണം. അതുപോലെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ മാത്രമുള്ള കോൺഫ്ലോർ ചേർക്കണം കേട്ടോ. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. എണ്ണയിലൊന്ന് ചൂടാകുമ്പോൾ തന്നെ നല്ല അതുപോലെ തന്നെ ബൈൻഡായിട്ട് നിന്നോളും. പിന്നെ അധികം സമയമൊന്നും എടുക്കത്തില്ല, കാരണം ഇതിനകത്ത് വേറെ മാവൊന്നും ചേർത്തിട്ടില്ലല്ലോ, ജസ്റ്റ് പൊട്ടാറ്റോ മാത്രമേ ഉള്ളൂ. കുറച്ച് മാത്രം കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം സമയം എടുക്കത്തില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഈസിയായിട്ടുള്ള പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കൊറിയൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. കൊറിയൻ സാൻഡ്വിച്ച് എന്ന് പറയണോ ടോസ്റ്റ് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല, പലരും പല രീതിയിലും പറയാറുണ്ട്. എന്നാലും ഞാൻ സാൻഡ്വിച്ച് എന്ന് പറയും, കാരണം ഇത് നമ്മൾ സാൻഡ്വിച്ച് രീതിയിലാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു തവണ ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ നിങ്ങളുമായിട്ടും ആ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാബേജ് വേണം, ക്യാരറ്റ് വേണം. ഇത് രണ്ടും ഇതുപോലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാബേജും ക്യാരറ്റ് രണ്ടും. പിന്നെ ക്യാരറ്റ് കുറച്ച് തിന്നായിട്ട് വേണം ചെയ്യാനായിട്ട്, എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ 2 മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും ഇത്രയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പച്ചമുളക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്തേക്കുന്നത്, അതും കൂടി ചേർക്കണം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സോ ബേസിക്കലി നമ്മളിപ്പം ഒരു ക്യാരറ്റും ക്യാബേജ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഫസ്റ്റ് അതാണ് വേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പം ഞാൻ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും സീസണിങ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒറിഗാനോ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ബേസിക്കലി 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ബ്രെഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ 2 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെയിം പാനിൽ കുറച്ചും കൂടി ബട്ടർ ചൂടാക്കാനായിട്ട് വെച്ചു. എന്നിട്ട് നമ്മുടെ ഈ മുട്ട ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 2 ഓംലെറ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പകുതി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു സൈസിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നോക്കണേ. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒന്ന് സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുക. നമ്മുടെ ബ്രെഡിൻ്റെ സെയിം സൈസിലാക്കി എടുക്കുക. അഥവാ എക്സസ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഒരു സൈഡ് തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ബ്രെഡ് ഉണ്ടല്ലോ, അതിന് മുകളിലേക്ക് കുറച്ച് ഷുഗർ ഒന്ന് വിതറുന്നുണ്ട്, കുറച്ച് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഓംലെറ്റ് വെക്കുന്നുണ്ട്, പിന്നെ ഒരു ചീസ് വെക്കുന്നുണ്ട്, പിന്നെ വേറൊരു ബ്രെഡിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയോണൈസും ചേർക്കാം. ഞാനിവിടെ മയോണൈസ് എടുത്തിട്ടില്ല, വെറും കെച്ചപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്ലൈസ് ബ്രെഡും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാണ്. ഈസി അല്ലേ സംഭവം, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് വീറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ബ്രെഡ് യൂസ് ചെയ്യാം.
ചെയ്യാം. മൈദ ബ്രെഡ് ആണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. വീറ്റ് ബ്രെഡ് ആയതുകൊണ്ട് കുറച്ചൊരു ഡൾ ടേസ്റ്റ് ആയിരിക്കും, എന്നാലും നമുക്ക് നമ്മൾ യൂസ്ഡ് ആണ് വീറ്റ് ബ്രെഡ് കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഈസി ആൻഡ് ടേസ്റ്റി സാൻഡ്വിച്ച് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ടാറ്റാ.